ആച്ചി, ഇത് നിങ്ങൾ രണ്ടുപേരും എന്താണ് ഇവിടെ? അല്ല, ഇവർക്ക് അറിയാം ഇവളെവിടെയാ ഉള്ളതെന്ന്? ചേട്ടാ, ഒരു പ്രശ്നം തീർന്നു വന്നില്ല അതിനു മുമ്പ്. ആ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് മാത്രമല്ല, കഴിഞ്ഞ മാസം എന്ന് വെച്ചാൽ കഴിഞ്ഞ 6 മാസമായിട്ട് ഈ നിൽക്കുന്ന ഒരുപ്പിനെയും അവനെ നമ്മൾ കണ്ടിട്ട് 6 മാസത്തോളമായല്ലോ. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് വല്ല ആൾമാർ കണ്ടുപിടിച്ചതാണോ? എന്നാലും അതെങ്ങനെ ശരിയാവും? നമ്മൾ 8 വർഷം കൊണ്ടല്ലേ ഈ സ്ഥലമൊന്ന് കണ്ടുപിടിച്ചത്. അവന്മാരങ്ങനെ ചുമ്മാ 6 മാസം കൊണ്ടൊക്കെ കണ്ടുപിടിച്ചു. അതുകൊണ്ട് അതും പോസിബിൾ അല്ല. വേറെ എന്തോ ഉണ്ട് ഇതിൽ. ഹേ ഗായ്സ്, നിങ്ങൾ എന്നോട് ഒട്ടും പ്രതീക്ഷിച്ച് കാണിയാലല്ലേ? പിന്നെ ഞാനിവിടെ വന്നത് എങ്ങനെയാണ്, എനിക്ക് സ്ഥലം എങ്ങനെ അറിയാം, അതിനുള്ള ഉത്തരങ്ങളൊക്കെ നമുക്ക് പതിയെ പറയാം. സൂര്യ, വേർ ഈസ് മൈ ചിൽഡ്രൻസ്? എൻ്റെ അപ്പു അമ്മു വേഗം ഇങ്ങോട്ട് വിളിക്കുക, അവരെനിക്ക് കാണണം. എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. പിന്നെ ഞങ്ങൾ ഇന്ന് ഇവിടെ വെളിയിലൊക്കെ ഒന്ന് പോകുമെന്ന് പറഞ്ഞായിരുന്നേ, അന്നേരം അതൊക്കെ ഒന്ന് നിറവേറ്റി കൊടുക്കണം അവർക്ക്. ഇതാരായി വന്നേക്കുന്നേ? ഞങ്ങളുടെ ഐഷി ചേച്ചിയോ? ഇതെപ്പ എത്തി? കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴേ വന്നല്ലോ. പിന്നെ എന്താ ഇങ്ങോട്ടൊക്കെ ഒരു വരവ്? ആ, മറന്നുപോയി. നമ്മളിന്ന് വെളിയിൽ പോകുന്നു പറഞ്ഞായിരുന്നു അല്ലേ? പോകുമ്പം എനിക്ക് ഐസ്ക്രീമും ഇവക്ക് സ്ട്രോബെറി മിൽക്കും വാങ്ങിക്കൊടുക്കാൻ മറക്കരുത്. അത് ഞങ്ങൾ ഇപ്പോഴേ പറഞ്ഞേക്കാം. പൈസയൊക്കെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? എൻ്റെ പൈസ ഒന്നുമില്ല, ഇവളുടെ ഇല്ല. അതുകൊണ്ട് ആൻറ്റി തന്നെ എടുത്തോണം. പറഞ്ഞില്ലെന്ന് വേണ്ട. എടാ പൊന്നി, അങ്ങോട്ട് മാറിന്നെ. ഒരു കാര്യം ചോദിക്കട്ടെ? എടി ഐശ്വര്യ ചേച്ചിയോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വരുമ്പോഴത്തേക്കും ഒരുമാതിരി മംഗ്ലീഷ് സംസാരിക്കരുതെന്ന്. എങ്ങനെ സംസാരിക്കുന്നത് ഞാൻ പറയാം. എൻ്റെ മക്കൾ എവിടെ, എൻ്റെ മക്കൾ ഇവിടെ, ഇതൊന്നും എനിക്ക് കേൾക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? മലയാളമാണെങ്കിൽ മലയാളം സംസാരിച്ചാൽ മതി, ഇംഗ്ലീഷാണെങ്കിൽ ഇംഗ്ലീഷ് സംസാരിച്ചാൽ മതി. ഇത് രണ്ടോടെ കൂട്ടിക്കുറച്ച് ഒരുമാതിരി ബ്രാന്ന് സംസാരിച്ചോണ്ടല്ലോ എനിക്കത് ഇഷ്ടപ്പെടുകയല്ല കേട്ടല്ലോ. അയ്യോ, എൻ്റെ അമ്മൂസ് ദേഷ്യപ്പെടുവാണോ? അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ സംസാരിച്ച് ശീലിച്ചുകൊണ്ട് അങ്ങ് വരുന്നതല്ലേ, അതങ്ങ് ക്ഷമിച്ച് വിട്. ഇനി ഞാൻ അങ്ങനെ സംസാരിക്കത്തില്ല, പോരെ? പിന്നെ വേഗം റെഡിയാവും, നമുക്ക് വെളിയിലൊക്കെ പോയി ഐസ്ക്രീം ഒക്കെ കഴിക്കണ്ട. പൈസയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, ഞാൻ അത്ര പിച്ചക്കാരിയൊന്നും അല്ല. അതുകൊണ്ട് നിങ്ങൾ വേഗം പോയി റെഡിയായിട്ട് വാ, നമുക്കൊക്കെ ഒന്ന് കറങ്ങി ചുറ്റി അടിച്ചിട്ട് വരാം. എടി ഐശ്വര്യ, നിനക്കെങ്ങനെ ഇവരെയൊക്കെ അറിയാം? അല്ല, അപ്പൂനെ അമ്മൂനെ പോലെ ഞാൻ ഇവിടെ വന്നേച്ചിട്ട് അറിയുന്നത്. അപ്പൊ നിനക്കെങ്ങനെ ഇവരെയൊക്കെ നേരത്തെ അറിയാവുന്നേ? അതൊരു ചെറിയ കഥയാ, ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന്, അഥവാ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സൂര്യയും ഈ പറയുന്ന അഞ്ജുവും അനുവും പോയി കഴിഞ്ഞ് ഏതാണ്ട് 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇവിടുന്ന് ഒരു ക്യാമ്പെന്നും പറഞ്ഞ് നമ്മൾ ഓസ്ട്രേലിയക്ക് പോയില്ലേ? അങ്ങനെ ഓസ്ട്രേലിയക്ക് പോയി അവിടെ ചെന്നൊരു ആശുപത്രിയിലായിരുന്നു എനിക്ക് ക്യാമ്പ് കിടക്കേണ്ടത്. ആ ക്യാമ്പിന് ചെന്നപ്പം ഇവരെന്തോ ചെക്കപ്പിന് വേണ്ടി വന്നത് കണ്ട് ചെന്ന് സംസാരിച്ചതാണ്. അന്ന് എന്നോട് ഒരു ദേഷ്യമില്ലായിരുന്നു, കാരണം അതിന് മുമ്പ് തന്നെ നിങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കള്ളത്തരമായിരുന്നു എന്ന് വെച്ചാൽ അവളെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോടൊരു ദേഷ്യമില്ലായിരുന്നു. സംസാരിച്ചു. അപ്പം തന്നെ വയറ് കണ്ടപ്പോൾ എനിക്ക് നല്ല സംശയം തോന്നി, ഇതിൻ്റെ ഇടയ്ക്ക് എന്താ സംഭവിച്ചെന്നുള്ളത്. അപ്പോഴാ കാര്യങ്ങൾ കംപ്ലീറ്റ് ഞാൻ അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്ന് നിൻ്റെ തലമണ്ട അടിച്ച് പൊട്ടിക്കണമെന്നൊക്കെയാണ് കരുതിയത്. പക്ഷെ വേണ്ടാന്ന് നമ്മുടെ സൂര്യ പറഞ്ഞുകൊണ്ട് മാത്രം നിന്നെ വെറുതെ വിട്ടെ. പിന്നെ കുറച്ചൊക്കെ ഒന്ന് സങ്കടപ്പെടുത്തിയെന്ന് കരുതി ഞാനൊന്നും പറഞ്ഞില്ല, അത്രയേ ഉള്ളൂ. എടി കാലമാടത്ത് നിനക്ക് എന്നോട് എങ്ങനെയാ ചെറു ചെയ്യാൻ തോന്നി? എല്ലാം പോട്ടെ, ഇപ്പൊ വന്നപ്പോ എന്റെ ഹൃദയം ഇടിച്ച് താഴോട്ട് പോകണ്ടായിരുന്നു. നിന്നെ വീണ്ടും കണ്ടപ്പോൾ ഇനിയെങ്ങാനും ഞാൻ ഇത്രയും നേരം ക്ഷമ പറഞ്ഞതും എല്ലാം കഴിഞ്ഞൊന്ന് കൺവിൻസ് ചെയ്ത് വന്നതും എല്ലാം കൂടെ കുഴഞ്ഞു പോകുമെന്ന് പേടിച്ച്. ഇപ്പോൾ ഒരാശ്വാസമൊക്കെ ഉണ്ട്. എന്നാലും നിനക്ക് എടുത്ത് ഇതൊക്കെ ഒന്ന് പറയായിരുന്നു. ഇത്രയ്ക്കൊക്കെ അനുഭവിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്തത്? 8 വർഷം അങ്ങ് പോയത്. പാവം, ഇവർക്കൊരനിയനെ അനിയത്തിനെ കൊടുക്കേണ്ട സമയവും കൂടെ നീ നശിപ്പിച്ച് കൈ തന്നില്ലേ? അനിയനെ അനിയത്തിനെ ഉണ്ടാക്കി കൊടുക്കുക, പഠിച്ച് തീരുന്നപ്പോൾ കൊച്ചിന് അതും 2 പിള്ളേരെ വയറ്റിലാക്കി കൊടുത്തേച്ചിട്ട് അവൻ നിന്ന് പ്രസവിക്കുന്നു. അയ്യടാ മനമേ, നിന്നെ കൊണ്ട് അങ്ങനെ ഞാൻ അടുത്ത കൊച്ചിനെ ഉണ്ടാക്കിക്കാൻ സമ്മതിക്കത്തില്ല. ഇനി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് എൻ്റെ സൂര്യയുടെ അനുവാദം വാങ്ങി സൂര്യ അനുവദിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി അടുത്ത കുട്ടി ഉണ്ടാകത്തുള്ളൂ. അത് ഞാനാ പറയുന്നത്. അതുവരെ നിങ്ങളെ രണ്ടിനെ അകത്തി കിടത്തി വെച്ചിട്ട് അതിൻ്റെ രണ്ടിൻ്റെ നടുവിൽ എൻ്റെ അപ്പൂനെയും അമ്മൂനെയും കെട്ടി കിടത്തും. അത്രയും വലിയ ഡിസിഷൻ ഒന്നും എടുക്കല്ലേ എൻ്റെ പൊന്നൈഷു. നീ കാരണം, അഥവാ നീ അറിഞ്ഞിട്ടും എന്നോട് പറയാത്തതുകൊണ്ടാണ് 8 വർഷം പോയത്. ഇനിയും എനിക്കെൻ്റെ ടൈമൊക്കെ വേസ്റ്റ് ചെയ്ത് കളയാൻ വയ്യാത്തതുകൊണ്ടാണ്. ഇത്രയും വലിയ ചതി നിങ്ങൾ ചെയ്യരുത്. കല്യാണം കഴിച്ച് ഇവളുടെ അനുവാദം ഇല്ലായിരുന്നു ഇവളുടെ ദേഹത്ത് പോലും തൊഴിയല്ല, അത് ഞാൻ പ്രോമിസ് തരാം എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ തമ്മിൽ നടുവിൽ കൊണ്ട് അപ്പുഴമ്മനെ കിടത്തല്ലേ. അത് വലിയ പാവമല്ലേ. ഞാൻ കൺട്രോൾ ചെയ്തോളാം എന്നെ, പ്ലീസ്. ഏയ് ഐഷു, സാരില്ലടി, അവൻ എൻ്റെ കൂടെ തന്നെ കിടന്നോട്ടെ, പാവല്ലേ. ഏതായാലും 8 വർഷങ്ങൾക്ക് ശേഷമൊക്കെ എന്നെ കണ്ടുപിടിച്ച് വന്നതാ, തിരഞ്ഞ് കണ്ടുപിടിച്ച്. അതുകൊണ്ട് ആ കാര്യം കിട്ടി. പിന്നെ എൻ്റെ അടുത്തെങ്ങാനും ഓവറായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യത്തിന്, അഥവാ എൻ്റെ
അനുവാദം ഇല്ലാണ്ട് എൻ്റെ അടുത്ത് എന്തിനേലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആൾ ജീവനോടെ കാണിയില്ല, ഞാൻ തല വെട്ടി കഴിഞ്ഞ് ഉപ്പിൻ്റെ അകത്ത് ഇട്ട് വെക്കും. അത് പിന്നെ എൻ്റെ ഇപ്പോഴത്തെ സ്വഭാവം കൊണ്ട് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അതുകൊണ്ട് എനിക്ക് ഈ കാര്യത്തിലൊന്നും പേടിയില്ല. സോ രുദ്ര, എൻ്റെ കൂടെ കിടക്കാം, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഹാവൂ, ആശ്വാസമായി. ഇപ്പോൾ ഒരു സമാധാനമൊക്കെ ഉണ്ട്. പിന്നെ തലയൊന്നും വെട്ടിയിരിക്കേണ്ട ആവശ്യം വരികയില്ല, കാരണം എനിക്ക് കൺട്രോൾ ഉണ്ടല്ലോ, കൺട്രോളിങ് കപ്പാസിറ്റി ഒക്കെ ഉള്ളതുകൊണ്ടാണ്. പിന്നെ എല്ലാവരും എന്നോടിപ്പം ക്ഷമിക്കുകയൊക്കെ ചെയ്തു. ഇനി എൻ്റെ മക്കളും കൂടെ എന്നോട് ക്ഷമിക്കാനുള്ളൂ. എൻ്റെ സ്വന്തം മക്കളല്ലേ, എൻ്റെ ചക്കര കുട്ടികളല്ലേ, എന്നോട് ഒന്ന് ക്ഷമിക്കുമോ? ഞാൻ ചോക്ലേറ്റ് മേടിച്ചു തരാം, ഐസ്ക്രീം മേടിച്ചു തരാം, എന്നാ വേണം മേടിച്ചു തരാം. എന്നോടൊന്ന് ക്ഷമിച്ചെന്നെങ്കിലും പറയടാ. അയ്യോ, കൺട്രോളിങ് കപ്പാസിറ്റി ഭയങ്കര കൂടുതലാണല്ലോ പപ്പയ്ക്ക്. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ ഈ പ്രായത്തിൽ ഞങ്ങളുടെ ഈ പ്രായമുള്ള 2 മക്കളുള്ളത്. പിന്നെ മമ്മയ്ക്ക് എന്തോരം സന്തോഷമുണ്ടോ, മമ്മ എവിടെ സന്തോഷിക്കുന്നു അവിടെ തന്നെ ഞങ്ങൾക്ക് സന്തോഷം. മമ്മ എപ്പോൾ പപ്പയോട് ക്ഷമിച്ചോ അപ്പം തന്നെ ഞങ്ങൾ ക്ഷമിച്ചതാ. പിന്നെ ഇത്രയൊക്കെ ഞങ്ങളെ വേദനിപ്പിച്ചല്ലേ, കുറച്ച് നേരമൊക്കെ വിഷമിക്കട്ടെ എന്ന് കരുതി അങ്ങോട്ട് ഇതാക്കിയേ ഉള്ളൂ. അല്ലാണ്ട് ഞങ്ങൾക്ക് പപ്പയോട് ഒരു ദേഷ്യവും ഇല്ല. ശരിയാ, ഞങ്ങൾ ക്ഷമിച്ചു എന്നുള്ളതൊക്കെ കറക്റ്റാ. എന്നും പറഞ്ഞ് എനിക്ക് 2 കണ്ടീഷൻസ് ഉണ്ട്. നമ്പർ 1, മമ്മയുടെ അടുത്ത് ഇനി വഴക്കുണ്ടാക്കാനോ മമ്മീനെ കരയിക്കാനോ മമ്മീനെ വേദനിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 2 പേരും കൂടെ പപ്പേനെ ചവിട്ടി പുറത്താക്കും. നമ്പർ 2, മമ്മയുടെ അനുവാദം ഇല്ലാതെ മമ്മയുടെ ദേഹത്ത് പോലും തൊടാൻ പാടില്ല, മമ്മയുടെ അടുത്ത് പോലും പോയി നിൽക്കാൻ പാടില്ല. അങ്ങനെ നിൽക്കുന്നെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ചന്തിയിൽ എന്നാ വെക്കും, ഞങ്ങളോടൊരു വാക്ക് പറയായിരുന്നല്ലോ, ചട്ടുകം വെക്കും, പഴുപ്പിച്ച് ചട്ടുകം വെച്ച് തരും, കേട്ടല്ലോ. അയ്യോ, നിങ്ങളുടെ മമ്മയുടെ അനുവാദം ഇല്ലാതെ നിങ്ങളുടെ മമ്മയുടെ ദേഹത്ത് പോലും ഞാൻ തൊടിയേലായേ, എന്നോടങ്ങ് ക്ഷമിക്കുന്നേ. അപ്പം എല്ലാം ഓക്കെ, 2 പേര് സെറ്റായി, മക്കൾക്ക് ഒരു പ്രശ്നവുമില്ല, അവരുള്ള ദേഷ്യമൊക്കെ മാറി. ഇനിയിപ്പം ഇവിടെ നമുക്ക് വലിയ റോളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് ചുറ്റിക്കറങ്ങി വെച്ചിട്ട് വരാം. എല്ലാവരും പോര്, നമുക്കൊന്ന് പോയി അടിച്ചു പൊളിച്ചിട്ട് വരാം. കമോൺ ഗൈസ്. എങ്കിൽ പിന്നെ കഴിച്ചിട്ടിറങ്ങാം. ഞാൻ ഏതായാലും ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതും കൂടെ കഴിച്ചിട്ടിറങ്ങുവാണെങ്കിൽ നമുക്ക് വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കേണ്ടി വരികയല്ലോ. എല്ലായിടത്തും ഒന്ന് കറങ്ങിച്ചിട്ടാണൊക്കെ സമയം കിട്ടും. അനു, വെളിയിലേക്ക് പോകുന്നതിനാ ഫുഡ് വെളിയിൽ നിന്ന് കഴിക്കാൻ, അവിടെയൊക്കെ ചുറ്റിക്കറങ്ങാൻ. അപ്പൊ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഗുണമങ്ങ് പോയില്ലേ. അതുകൊണ്ട് നമുക്ക് ഫുഡൊക്കെ നമുക്ക് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കാം, എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കാം. എനിക്ക് രാത്രി മുഴുവൻ കക്കൂസിലിരിക്കാൻ വയ്യാത്തോണ്ടായിരുന്നു പെണ്ണെ, നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ, നമുക്ക് പോകാം. ഓഹോ, അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്ന എൻ്റെ ഫുഡൊന്നും കൊള്ളത്തില്ലെന്നല്ലേ, എൻ്റെ ഫുഡൊന്നും വായി വെക്കാൻ കൊള്ളിയാണെന്നല്ലേ നിങ്ങൾ ഇപ്പം പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം? കക്കൂസിലിരിക്കും പോലെ കക്കൂസിലിരിക്കും. നിങ്ങൾ തിരിച്ച് വന്നിട്ടാണെങ്കിലും നിങ്ങളെ കൊണ്ട് ആ ഫുഡ് തീറ്റിച്ചിട്ടേ ഞങ്ങൾ ഇടക്കത്തുള്ളൂ. ആഹാ, എൻ്റെ ഫുഡിനെ കുറ്റം പറയുന്നു. എത്ര നാൾക്ക് ശേഷം വന്നതാ, അപ്പോൾ അതിൻ്റെ ഫുഡൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചേക്കാന്ന് കരുതി നിങ്ങൾ വന്നതും കൂടെ പ്രമാണിച്ച് ഞാൻ കൂടുതൽ 2-3 ഡിഷസ് ഉണ്ടാക്കി. അപ്പം അതും കൂടെ എനിക്ക് കുറ്റമാണല്ലേ? അത് പോട്ടെ എൻ്റെ പൊന്നനു, നീ ഇനി ഇതിൻ്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. അജയേട്ടൻ പറഞ്ഞതിലും കാര്യമില്ലേ, വെളിയിലേക്ക് പോകുന്ന ഫുഡും കൂടെ കഴിക്കാനായിട്ടല്ലേ. അപ്പോൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോയി എന്നാകുമായിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് വെളിയിൽ നിന്ന് തന്നെ ഫുഡ് കഴിക്കാം. തിരിച്ചു വരുമ്പോൾ ആർക്കെങ്കിലൊക്കെ വിശക്കുന്നുണ്ടെങ്കിൽ നീ ഉണ്ടാക്കി വെച്ച ഫുഡ് കൂടെ കഴിക്കാം. ഇല്ല, അത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ പോലെ ചീത്തയൊന്നും ആകത്തില്ലല്ലോ. പിന്നെ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഏതായാലും നന്നായിട്ടൊന്ന് സന്തോഷം വരുമ്പോൾ ഒരുമാതിരി മറ്റടുത്ത പരിപാടി കാണിക്കരുത്. അതുകൊണ്ട് വഴക്കൊന്നും ഉണ്ടാക്കാതെ വേഗം പോയി ഒരുങ്ങിയിട്ട് ഇറങ്ങാൻ നോക്കി. നീ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. പിന്നെ ദേ മനുഷ്യ, നിങ്ങളൊരു കാര്യം കേട്ടോ, എന്നെ കല്യാണം കഴിച്ചാൽ പിന്നെ എന്നും എൻ്റെ ഫുഡ് കഴിക്കേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ ഫുഡിനെ പറ്റി കുറ്റം പറയുന്ന അങ്ങ് നിർത്തിക്കോണം, കേട്ടല്ലോ. ഈശ്വര, അപ്പൊ ഞാൻ മൊത്തത്തിൽ പെട്ടുന്നു വാസ്തവം. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഡെയിലി കക്കൂസ് തന്നെ കിടപ്പാടമാക്കാം, അല്ലാണ്ട് വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം വരുത്തി വെച്ചല്ലേ. അയ്യോ, പോകല്ലേ പോകല്ലേ, അവരുടെ മാത്രം സ്റ്റോറി ഇവിടെ അവസാനിച്ചിട്ടുള്ളൂ. ഞങ്ങളുടെ സ്റ്റോറി ആയിട്ട് അടുത്തത് വരുന്നുണ്ട്. എന്നാ പറയുക, എൻ്റെയും അപ്പൂൻ്റെയും സ്റ്റോറി അടുത്തിടെ തന്നെ വരും. കുറച്ച് ലേറ്റ് ആകുമായിരിക്കും, ബട്ട് ഇതിൻ്റെ സെക്കൻഡ് സീസൺ 2 ആയിട്ടോ അങ്ങനെ എന്തും ഇതിനെ വിളിക്കാം. ഏതായാലും അതുവരെ വെയിറ്റ് ചെയ്യണം. പിന്നെ നമ്മളൊരു സ്റ്റോറിയുടെ എന്താ പറയുക ടീസറൊക്കെ ഇറക്കി വെച്ചായിരുന്നല്ലോ, അതും ഉടനെ തന്നെ തുടങ്ങുന്നതായിരിക്കും എന്ന് എഡിറ്റർ ചേച്ചി പറഞ്ഞിരുന്നു. സോ അത്രയേ ഉള്ളൂ. ബൈ ബൈ.